കുറുവ സംഘം എന്ന പേരിൽ സ്വന്തം ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെ പരാതിയുമായി യുവാവ്. മരമുറി തൊഴിലാളിയായ തൃശൂർ കാട്ടൂർ സ്വദേശി വിനോദാണ് നിയമ നടപടിക്കൊരുങ്ങുന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തിയ ചേർപ്പ് പോലീസ് വിനോദിനെതിരെ വ്യാജ പ്രചാരണം നടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ തെറ്റിദ്ധാരണ പരത്തുന്ന സന്ദേശം നാടെങ്ങും പ്രചരിച്ചതോടെ തീർത്തും പ്രതിസന്ധിയിലാണ് വിനോദും കുടുംബവും. കുറുവ സംഘം എന്ന പേരിൽ തന്റെ ചിത്രം വെച്ചുള്ള പ്രചാരണങ്ങളെ വിനോദ് ആദ്യം കാര്യമായി എടുത്തിരുന്നില്ല. എന്നാൽ കൊച്ചിയിലും ആലപ്പുഴയിലും കുറുവ സംഘത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കുകയും പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തതോടെയാണ് കഥ മാറിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റൊരാളുടെ ചിത്രത്തിനൊപ്പം വിനോദിന്റെ ചിത്രവും ശബ്ദ സംഭാഷണവും വ്യാപകമായി പ്രചരിച്ചു. ഇതോടെ പരാതിയുമായി ചേർപ്പ് പോലീസിനെ സമീപിച്ചു. പരാതി നൽകിയെങ്കിലും കാര്യമായ യാതൊരു പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ മക്കള് രണ്ടുപേരും ഭയങ്കര കരച്ചില്ല. അച്ഛന് ഇങ്ങനത്തെ കേസിൽ അച്ഛൻ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു അങ്കിളോട് ചോദിച്ചിട്ടുണ്ട് മോനെ അച്ഛൻ ആ വീട്ടിൽ കയറിയത്. അപ്പോഴും അത് കഴിഞ്ഞ് അവർ പിറ്റേ ദിവസം സ്കൂളിൽ പോയി. അന്ന് വൈകിട്ട് ഒരു 4 മണി സ്കൂളിൽ വിടുന്ന സമയത്ത് തന്നെ പറഞ്ഞ ഒരു കൂട്ടുകാരി ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നു പിറ്റേ ദിവസം. അപ്പോൾ അച്ഛന് ഇനി പണിക്ക് പോകാനൊന്നും പറ്റില്ലേ? ഞാൻ അച്ഛന് പോലീസുകാർ വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലണം, സ്റ്റേഷനിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉച്ചവരെ പണിയെടുത്തു. ആ കാശ് പോലും ഞാൻ മേടിക്കാണ്ടും പിന്നെ ആ പണി. ജോലിയുടെ ഭാഗമായി ഒക്ടോബർ 18-ന് ആറാട്ടുപുഴ തേവർ റോഡിൽ എത്തിയപ്പോഴാണ് ദുരനുഭവങ്ങളുടെ തുടക്കമെന്നാണ് വിനോദ് പറയുന്നത്. ആറാട്ടുപുഴ സ്വദേശിയായ ഒരാളുടെ മരങ്ങൾ വാങ്ങാനെത്തിയ വിനോദ് പ്രദേശത്തെ മോഷണ ശല്യത്തെക്കുറിച്ച് ആളുകളോട് ചോദിച്ചു. ഇതിൽ സംശയം തോന്നിയ ചിലരാണ് ഫോണിൽ വിനോദിന്റെ ചിത്രം പകർത്തി പ്രചരിപ്പിച്ചത്. വ്യാജ പ്രചരണത്തെ തുടർന്ന് തീർത്തും ബുദ്ധിമുട്ടിലായ കുടുംബം ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ചേർപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പരാതി കൊടുക്കാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പരാതി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൊരു വിഷയമാണ് അവർ പറഞ്ഞത്. പിന്നെ ഇപ്പം നമ്മൾ SP ഓഫീസിൽ ഇന്നലെ നമ്മളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ ജിത്തുവിനെയും വിളിച്ച് സംസാരിച്ച്. അപ്പോൾ വേറൊരാളുണ്ട് ഷെഫീഖ്, അയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, പുറത്ത് എവിടെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ഒന്നുകൂടി വിളിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഇപ്പോഴും പറയുന്നത് ഇവർ ചെയ്തതിനുള്ളൊരു കുറ്റബോധം കാര്യങ്ങളൊന്നും അവരുടെ മുഖത്ത് നമ്മൾ ഇന്നലെ കണ്ടില്ല. അപ്പോൾ അതെന്താണെന്നറിയില്ല. അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള ഗൗരവം അറിയാണ്ടെന്ന് തോന്നണം. വിനോദിന്റെ ചിത്രം വ്യാപകമായി പ്രചരിച്ചതോടെ സംഭവത്തിൽ തൃശൂർ ചേർപ്പ് പോലീസ് അന്വേഷണം നടത്തി കഴമ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് തൃശൂർ റൂറൽ SP-ക്ക് വിനോദും ഭാര്യയും പരാതി നൽകിയത്. ഇനി ഒരാൾക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ തെറ്റായ സന്ദേശം പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇരുവരുടെയും ആവശ്യം. ന്യൂസ് മലയാളം, തൃശൂർ.